ലോകം മുഴുവൻ ആശയക്കുഴപ്പത്തിലകപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരും എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ്. അതിനാൽ തന്നെ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടായാലും ആരും അവരവരുടെ ജീവിതത്തിൽ സംതൃപ്തരല്ല. അവനവൻ്റെ ഭാവി എന്താണെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ ഈ അനിശ്ചിതത്വം ഭാവിയെപ്പറ്റിയുള്ള ആകുലതയായി കൊണ്ടു നടക്കുകയാണ് നാം ഓരോരുത്തരും. സ്വന്തമെന്ന് കരുതുന്ന ഒന്നും തന്നെ നാളെ സ്വന്തമായി നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ബന്ധുക്കളും അങ്ങനെ തന്നെ. സ്വന്തമെന്ന് കരുതിയ വളർത്തിയ മക്കൾ, സ്നേഹിച്ച ഭാര്യ, ഭർത്താവ്, അച്ഛനും അമ്മയും ഒക്കെ ഇന്നുള്ള അതേപോലെ എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. സമ്പാദിച്ചു കൂട്ടിയ ധനമോ പേരോ പ്രശസ്തിയോ തൻ്റെ ഈ ശരീരമോ അങ്ങനെ ഒന്നും നാം ആഗ്രഹിക്കുന്നത് പോലെ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ നോക്കിയാൽ ഒന്നിനും ഒരു സുരക്ഷയും ഈ ലോകത്തില്ല എന്നതാണ് സത്യം. ഏത് നിമിഷവും നശിച്ചു പോകാവുന്ന ഒരു ശരീരവും ദുർബലമായ മനസ്സും ഉള്ളപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ഇല്ലാത്ത പ്രശ്നങ്ങളും ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ എളുപ്പമാണ്. അങ്ങനെയുള്ള ഈ ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഈ ജീവിതത്തിൻ്റെ സ്വഭാവം ഇതാണെന്ന് മനസ്സിലാക്കി അനാവശ്യമായ ദുരഭിമാനങ്ങളെയും നിർബന്ധ ബുദ്ധികളെയും വെടിഞ്ഞ് നമ്മുടെ ജീവിതത്തിനെ നാം അറിയാതെ നിയന്ത്രിക്കുന്ന ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കി ജീവിക്കണം. ജീവിതത്തിലെ ഓരോ നിമിഷവും വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്നും നമ്മൾ ചിന്തിക്കുന്നത് പോലെ എല്ലായ്പ്പോഴും കാര്യങ്ങൾ നടക്കണം എന്നില്ല എന്നും മനസ്സിലാക്കി അതിനെ നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. കാര്യങ്ങൾ നാം വിചാരിച്ച പോലെ തന്നെ നടക്കണം എന്ന നിർബന്ധ ബുദ്ധി ഒഴിവാക്കി വരുന്ന സാഹചര്യങ്ങളെ സ്വീകരിക്കാനും കൂടെ നമ്മൾ തയ്യാറാവണം. പ്രതികൂല സാഹചര്യങ്ങളിൽ അവയെ പഴിച്ചുകൊണ്ടിരിക്കാതെ അവയെ സ്വീകരിക്കാനും നേരിടാനും ഉള്ള മാനസിക ധൈര്യവും ഹൃദയവിശാലതയും ഉണ്ടാക്കിയെടുക്കുക എന്നത് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ്.